ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മളുടെ SBI ATM പിന്നെ എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു നമ്മൾ അടുത്തുള്ള ATMൽ ചെന്ന് എങ്ങനെ പിൻ ചേഞ്ച് ചെയ്യാമെന്നുള്ള ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുമല്ലെങ്കിൽ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ 4 രീതിയിൽ നമുക്ക് സാധാരണ പിന്ന് ജനറേറ്റ് ചെയ്യാം. ഒന്ന് ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി, അതുമല്ലെങ്കിൽ SMS ബാങ്കിങ് വഴി, അതുമല്ലെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ വഴി നമുക്ക് കോൾ ചെയ്ത് നമുക്ക് പിന്ന് ജനറേറ്റ് ചെയ്യാം. അതുമല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ATMൽ ചെന്നതിന് ശേഷം നമുക്ക് പിന്ന് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് SMS ബാങ്കിങ് വഴി എങ്ങനെ പിൻ ജനറേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ്. വീഡിയോയിലോട്ട് കടക്കുമ്പോൾ തൊട്ട് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ നിങ്ങൾ ഈ മെസ്സേജ് വിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉപയോഗിക്കുക. അതിനുശേഷം നിങ്ങൾ പിൻ എന്ന ക്യാപിറ്റൽ ലെറ്ററിൽ എൻ്റർ ചെയ്തതിന് ശേഷം സ്പേസ് ഇടുക. അതിനുശേഷം നിങ്ങളുടെ പുതിയ ATM കാർഡിൻ്റെ അവസാനത്തെ 4 അക്കം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടെ സ്പേസ് ഇടുക. അതിനുശേഷം നിങ്ങളുടെ പാസ്ബുക്കിലെ അക്കൗണ്ട് നമ്പറിലെ 4 അക്കം അവസാനത്തെ 4 അക്കം എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ 567676 എന്ന നമ്പറിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. അപ്പോൾ ആ OTP നിങ്ങൾ ഓർത്ത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ അടുത്തുള്ള ATM നിങ്ങളുടെ SBI ATMൽ ചെല്ലുക. അതിനുശേഷം നിങ്ങളുടെ കാർഡ് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസുകൾ കാണാം. അതിൽ നിങ്ങൾ ബാങ്കിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. പക്ഷേ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഇംഗ്ലീഷാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കും പ്ലീസ് എൻ്റർ യുവർ പിൻ. അപ്പോൾ നമുക്ക് ആദ്യം മെസ്സേജായി വന്ന ആ OTP 4 അക്ക OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെയൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിൽ നിങ്ങൾ പിൻ ചേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ പിൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ആ പിന്ന് ഒന്നും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം യുവർ പിൻ ഹാസ് ബീൻ ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റായി അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.